സന്തോഷം, ഒരുപാട് തിരക്കുകളുടെ പ്രത്യേകിച്ച് വെഡിങ് സീസൺ കൂടിയാണ്. ഓടുന്നത് എല്ലാം കൂടാണ് എന്നാലും എല്ലാ തിരക്കുകളിലേക്കും ഓടി കൃത്യസമയത്ത് ഇവിടെ എല്ലാവരും എത്തിച്ചേർന്നത് ഒത്തിരി സന്തോഷം. മോസ്റ്റ് വെൽക്കം എവരിവൺ ഫോർ ദിസ് സ്പെഷ്യൽ സ്റ്റേജ്. അപ്പോൾ ഞാൻ ഇവരെ ഓരോരുത്തരെയൊക്കെ വിളിക്കുന്നതിന് മുമ്പ് നമ്മുടെ നേരത്തെ റിക്വസ്റ്റിംഗ് ബാക്കി നിൽക്കുന്നുണ്ട്. ഇവരുടെ സമക്ഷത്തിൽ പറയണമെന്നല്ലേ ആഗ്രഹം. ഓക്കെ, അപ്പൊ ലിനസ് ചേച്ചിയുടെ ഒരു 5 ക്വാളിറ്റീസ്, ഏറ്റവും ഇഷ്ടമുള്ള ഒരു 5 ക്വാളിറ്റീസ് ഉറക്കെ പറയുള്ളൂ. ഞാൻ ലിനുവായിട്ട് പ്രേമിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 5.5 വർഷമായി. അപ്പോൾ ലിനിന് 5 ക്വാളിറ്റി ഒന്നുമില്ല, 3 ക്വാളിറ്റീസ് ഉള്ളതാണ്. അപ്പോൾ ഏറ്റവും നല്ല ക്വാളിറ്റി എന്ന് പറയുന്നത് ലിനുവിന്റെ കെയറിംഗ് ആണ്. ലിനുവിന്റെ കെയറിംഗ് സാധാരണ നമ്മൾ ആണുങ്ങളാണോ പെണ്ണുങ്ങളെ കെയറിംഗ് എന്നാണോ പറയുക. കെയറിംഗ് ഉണ്ടായിരുന്നില്ല, ഇവിടെ അങ്ങനെയല്ല. ഇവിടെ കെയറിംഗ് പെൺകുട്ടിയാണ്. അതെ അതെ, ഞാൻ ഇവിടെ പോയാലും എവിടെ എത്തി, എപ്പോൾ തിരിച്ചെത്തും, എന്ത് കഴിച്ചു, എല്ലാം നോക്കാറുണ്ട്. നിങ്ങൾ എവിടെ ആരോഗ്യയുടെ കൂടെ കൂട്ടുകാരൊക്കെ അപ്പൊ അങ്ങനെ കെയറിംഗ് ആണ്. ഭയങ്കര റൊമാൻറ്റിക് ആണ് ആള്. അതെ, നിന്നെ കത്തി സഹിക്കുന്ന ആളാണോ? നല്ല കേൾവിക്കാരിയാണ്. ലിസണറാണ്. സന്തോഷം. അല്ലെങ്കിൽ റൊമാൻറ്റിക് എന്തോ അറിയാം. എങ്ങനെ റൊമാൻറ്റിക് ആണുള്ളത് സിജോ റൊമാൻറ്റിക് ആണെങ്കിൽ ഒരു പാട്ട് വെച്ച് കൊടുക്കണം. പാട്ട് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഡാൻസ് കളിക്കും. അങ്ങനെയാണ് റൊമാൻറ്റിക് ആക്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? അപ്പൊ ഇവിടെ ആക്ടിംഗ് അല്ല വേണ്ടത്, നമുക്ക് ജീവിച്ച് കാണിച്ചു തരാൻ വേണ്ടത്. ഓക്കെ, നമ്മുടെ ഫിറോസിക്കൂടെ വന്ന പോകാം. നമ്മുടെ ഫിറോസിക്കൂടെ ഉണ്ടെങ്കിൽ മ്യൂസിക് പ്ലീസ്. കടമേരി കമലൊക്കെ പാട്ടുണ്ട്. അതെ, സിജോനോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. ഈ ബിഗ് ബോസിൽ വെച്ചിട്ട് എന്റെ അടുത്ത് തല്ലിനോട് വരുന്നതായിരുന്നില്ല ആദ്യം. അത് നല്ല ശുഷ്കാന്തിയായിരുന്നു. ഇപ്പോ എല്ലാവരുടെ മുന്നിൽ വെച്ച് ഡാൻസ് കളിക്കാൻ പറയുമ്പോൾ അത് പറ്റുന്നില്ല. അത് എന്തുകൊണ്ടാണ്? അല്ല, എന്തായാലും ഇപ്പോ ലീവിനെ കുറിച്ചിട്ട് 5 നല്ല ക്വാളിറ്റീസ് പറഞ്ഞു. തിരിച്ച് സിജോനെ കുറിച്ചിട്ട് എന്താണ് പറയുന്നത്? സിജോനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, സിജോ എപ്പോഴും ഫ്രണ്ട്ഷിപ്പിന് വാല്യൂ കൊടുക്കുന്ന ഒരാളാണ്. ഫ്രണ്ട്ഷിപ്പിന് വാല്യൂ കൊടുക്കുന്ന ഒരാളാണ്. മാത്രമല്ല, ഞങ്ങൾ ഏറ്റവും കൂടുതൽ അവിടെ വഴക്ക് വീഴുന്ന ഒരാളാണ്. പക്ഷെ ഞങ്ങൾ കൂടുതൽ അടുത്തത് രണ്ടാമത് ഞാൻ 50-ാം ദിവസത്തിൽ വന്നപ്പോൾ ഞങ്ങൾ കൂടുതൽ അടിച്ചു പോയി. എനിക്ക് എന്നും ഒരു അനിയനെ പോലെയാണ്. മാത്രമല്ല, ഒരു പാവമാണ്. ഋഷിയുടെ 2 കോടി പറഞ്ഞ പോലെ തന്നെ പറയണം, നന്നായിട്ട് നോക്കിക്കോളുകയാണ്. ഓക്കെ, നല്ലൊരു എന്താ പറയുക, എല്ലാ മംഗളത്തിനും